കേരളത്തിലെ റോഡുകളിൽ ഓടിക്കാൻ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഈ വാഹനത്തിൽ എനിക്ക് പറയാനുള്ളത്, നമുക്കിത് അഡീഷണൽ ആയിട്ട് ഫിറ്റ് ചെയ്യാൻ സാധിക്കും. കമ്പനിയിൽ നിന്ന് തന്നെ അവർ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ക്യാമറ മാത്രമല്ല, അകത്ത് കുറച്ച് ആക്സസറീസ് കൃത്യമായിട്ടുള്ള രീതിക്കാണ് നിങ്ങൾ ഈ വാഹനം ഡ്രൈവ് ചെയ്യുന്നതുണ്ടെങ്കിൽ, അതായത് കൃത്യമായിട്ട് നോർമലായിട്ട് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫ്യൂൽ എഫിഷ്യൻസി തരാൻ സാധിക്കുന്ന ഒരു വാഹനമാണ് നമ്മൾ ഈ കാണുന്ന കിലോമീറ്റേഴ്സ്. അതെനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് നല്ല ഓട്ടോ ഉള്ള കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ 7 ഇയേഴ്സ് ഈ സ്ലോട്ടിലോട്ട് ഈ കീ എനിക്ക് അങ്ങോട്ട് വെച്ചിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള ഹോണ്ട എലിവേറ്റ് ആണ്. 2026 ഈ പറയുന്ന ഹോണ്ട എലിവേറ്റ് എടുക്കുന്നത് വാല്യൂ ഫോർ മണി ആണോ? ഇങ്ങനൊരു സംശയം നിങ്ങൾക്കുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ ഫുൾ കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യാം. അതായത് ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ്, വാഹനത്തിൻ്റെ കംഫോർട്ട് സൈഡ്, കാര്യങ്ങൾ എല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. ഈ ഒരു വാഹനത്തിൻ്റെ ഫേസ് ലിഫ്റ്റ് വേർഷൻ ഉടനെ തന്നെ വരും. അതിൽ നമ്മൾ ഇതിനകത്ത് കാണിക്കുന്ന കുറേ അധികം ഫീച്ചേഴ്സ് വരും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും. അതിനു മുമ്പ് നമുക്ക് ഈ ഒരു മോഡൽ, അതായത് 2026 ഇപ്പം നിലവിലുള്ള ഹോണ്ട എലിവേറ്റ് ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് നോക്കാം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MG Explorer. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏതായാലും ഇതിൻ്റെ ഫ്രണ്ട് ഡിസൈനാണ് ഈ ഒരു വാഹനത്തിനെ കുറച്ചുകൂടെ യുണീക്ക് ആക്കുന്നത്. അതായത് ഇത്രയും ഭാഗത്തെ ഒരു ഡിസൈൻ, അല്ലെങ്കിൽ ആ ഒരു ഗ്രില്ലിൻ്റെ എലമെൻ്റാണ് ഈ ഒരു ബോക്സി ഷേപ്പ് പോലെ, അല്ലെങ്കിൽ ഈ വാഹനം ശരിക്കും പറഞ്ഞ ഒരു ബോക്സി ഷേപ്പ് തന്നെ, ഒരു മിഡ് സൈസ് SUV എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു വാഹനമാണ്. ഈ ഗ്രില്ലിന് കുറച്ചേറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ ഇത് നമുക്ക് കിട്ടുന്ന ഒരു ഹോറിസോണ്ടൽ സ്ലോട്ട്സ് ആണ്. ഇതിൻ്റെ വെർട്ടിക്കൽ സ്ലോട്ട്സ് വെച്ചുകൊണ്ടുള്ള ഗ്രില്ല് നമുക്ക് കിട്ടും. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കയറി കണ്ടു നോക്കുക. കാരണം ചിലർക്ക് ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെടത്തില്ല. കാരണം ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞ ഗ്രില്ല് തന്നെയാണ്. ഈ ഗ്രില്ല് ഫുള്ള് ബ്ലാക്ക് ആക്കി, ഇതിൻ്റെ ഹോറിസോണ്ടൽ ലൈൻസ് മാറ്റി വെർട്ടിക്കലാക്കി, ഈ ക്രോമുകളെല്ലാം മാറ്റി ഫുൾ ബ്ലാക്ക് ആക്കാനുള്ള ഓപ്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. അതൊരു ഹൈലൈറ്റ്. ചിലർക്ക് ക്രോം ഇഷ്ടപ്പെടത്തില്ല, ചിലർക്ക് ക്രോം ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. ക്രോം ഇഷ്ടമുള്ളവർക്ക് ഇതെല്ലാം ഫുൾ ക്രോമാണ് നമുക്ക് ഈ കിട്ടുന്നത്. അതുപോലെ തന്നെ ഹോണ്ടയുടെ ഒരു വലിയ ലോഗോ നമുക്കിവിടെ കാണാൻ സാധിക്കും. സൈഡിലോട്ട് വരുന്ന സമയത്ത് ഒരു ഫുൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഹെഡ്ലൈറ്റ് യൂണിറ്റാണ് നമ്മൾ കാണുന്നത്. 2 ചേമ്പേഴ്സിനകത്ത് 4 പ്രൊജക്ടേഴ്സാണ്. ഇവിടെ 3 പ്രൊജക്ടറും ഇവിടെ 4 പ്രൊജക്ടേഴ്സുമാണ് നമുക്ക് കിട്ടുന്നത്. TRൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊരു ഇൻഡിക്കേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതൊരു ഇൻഡിക്കേറ്റർ ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. അതായത് 2 റോൾ ഇതിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഹെഡ്ലൈറ്റ് ഇടുന്ന സമയത്ത് ഇതൊരു പൊസിഷൻ ലാമ്പായിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. ഈ കൊടുത്തിരിക്കുന്ന ലോ ബീമാണ്, ഇത് ഹൈ ബീമാണ്. തൊട്ട് താഴോട്ട് വരുമ്പോൾ നമുക്കൊരു പ്രൊജക്ടർ ഫോഗ് ലാമ്പാണ് കിട്ടുന്നത്. അതിൻ്റെ ചുറ്റും ഒരു ഗാർണിഷ് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ഗാർണിഷിൽ തന്നെ ഓരോ എഡിഷൻസ് വരുന്ന സമയത്ത്, ഇപ്പോൾ അഡ്വഞ്ചർ എഡിഷൻ എന്ന് പറഞ്ഞൊരു എഡിഷൻ ഉണ്ട്. അതിലൊക്കെ വരുമ്പോൾ സമയത്ത് ഇവിടെ ഒരു ഓറഞ്ച് ഇൻസേർട്സ് നമുക്ക് കാണാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ ഈ എലിവേറ്റിനുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരുപാട് എഡിഷൻസ് വരുന്നുണ്ട്. അതായത് ഓരോ എഡിഷൻസിലും ഓരോ വ്യത്യാസങ്ങളാണ് വരുന്നത്. അതിൽ സിഗ്നേച്ചർ എഡിഷനും അഡ്വഞ്ചർ എഡിഷനും ഞാനൊന്ന് ഓടിച്ച് പറഞ്ഞു പോയിട്ടുണ്ട്. ഒരു ചെറിയ വീഡിയോ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് കയറി കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തോളാം. തൊട്ട് താഴെ നമുക്കൊരു എയർ ഡാം കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു സ്കിഡ് പ്ലേറ്റും നമുക്കിവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. കാണാനും നല്ല ഗുമ്മൻ ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. ഏതായാലും ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് ലുക്കാണ് ഇതിനെ ഭയങ്കരമായിട്ട് ഒരു അഗ്രസീവ് ലുക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ സാധിക്കുന്ന രീതിക്ക് ആക്കുന്നത്. ഇതെല്ലാം ക്ലോസ്ഡ് ആണ്. ഈ ഒരു പോർഷൻ മാത്രമേ ഉള്ളൂ നമുക്ക് എയർ സക്ക് ചെയ്യാൻ വേണ്ടിയുള്ള പോർഷനായിട്ട് ഇട്ടിരിക്കുന്നത്. ഇതും ഈ താഴത്തെ എയർ ഡാമുമാണ് നമുക്ക് എയർ ഇൻടേക്ക് എടുക്കാൻ വേണ്ടിയുള്ള പോർഷൻസ്. ഇനി നമുക്ക് സൈഡിലോട്ട് പോകാം. സൈഡിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്ന ഈ ഒരു ക്ലാഡിങ്സ് നേരെ കയറി ഈ ഒരു പോർഷനിലോട്ട് ഇങ്ങനെ വരികയാണ്. അതും കാണാൻ നല്ല രസമുണ്ട്. നമുക്കൊരു ഡയമണ്ട് കട്ട് അലോയാണ് ഇവിടെ കിട്ടുന്നത്. 215, 55, 6, 17 ടയർ സൈസ് നമുക്ക് കിട്ടുന്നത്. ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്, അഥവാ നിങ്ങളൊരു വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കേരളത്തിലെ റോഡുകളിൽ ഓടിക്കാൻ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഈ വാഹനത്തിൽ എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. 220 mm ആണ് ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ. അത്യാവശ്യം നല്ല ഗട്ടേഴ്സിലും ഓഫ് റോഡും ഒക്കെ പോകുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ധൈര്യമായിട്ട് കയറി ഇറങ്ങാൻ സാധിക്കും. കാരണം ഈ ഒരു മിഡ് സൈസ് SUVയിൽ ഏറ്റവും കൂടുതൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളൊരു വാഹനങ്ങളിൽ ഒന്നാണ് നമ്മൾ ഈ കാണുന്ന എലിവേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്ക് ഈ ക്ലാഡിങ്സിൻ്റെ രീതി നമുക്ക് കാണാൻ നല്ല രസമുണ്ട്. മേളിൽ കൂടെ ഈ റണ്ണിങ് ബോർഡിൽ കൂടെ അതിൻ്റെ ക്ലാഡിങ്സ് പോകുന്ന കാണാം. ഇതും ഒരു ഫൈബർ പോർഷനാണ് ഈ കൊടുത്തിരിക്കുന്നതൊക്കെ. ഇത് മെറ്റൽ, ഇത് ഫൈബർ പോർഷനാണ്. ഈ ഫൈബർ പോർഷൻ പെയിൻറ്റഡ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇതിൽ നേരെ ബാക്കിലോട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഡോർ ഹാൻഡിൽസ് ഒന്നും കാണാം. റിക്വസ്റ്റ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. റിക്വസ്റ്റ് സ്വിച്ച് ഫോർ ലോക്കിംഗ് ആണ്. അൺലോക്ക് ചെയ്യാൻ വേണ്ടി കൈ ഇതിനകത്തോട്ട് ഇട്ടാൽ മതി. അതുപോലെ തന്നെ കീ സിലിണ്ടർ കൊടുത്തിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അത് കൊടുത്തിരിക്കുന്ന രീതി നല്ല ഭംഗിയുണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ
മിറേഴ്സ് നോക്കാനാണെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് കിട്ടുന്നുണ്ട്, ഓട്ടോ ഫോൾഡിങ് വരുന്നുണ്ട്, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ് കിട്ടുന്നത്. ലെഫ്റ്റ് സൈഡും കൂടെ നോക്കാം. ലെഫ്റ്റ് സൈഡിലെ മിറർ നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു ക്യാമറയും കൂടെ കൊടുക്കുന്നുണ്ട്. അതായത് ലെയിൻ വാച്ച് ക്യാമറയാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ബാക്കിയുള്ള എല്ലാം ആസറ്റ് സെയിം ആണ്. ഈ ഒരു വാഹനത്തിൽ ഒരു 360 ഡിഗ്രി ക്യാമറ മിസ്സിംഗ് ആണെന്ന് തന്നെ പറയാം. പക്ഷേ നമുക്കിത് അഡീഷണൽ ആയിട്ട് ഫിറ്റ് ചെയ്യാൻ സാധിക്കും. കമ്പനിയിൽ നിന്ന് തന്നെ അവർ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ക്യാമറ മാത്രമല്ല, അകത്ത് കുറച്ച് ആക്സസറീസും അഡീഷണൽ ആയിട്ട് നമുക്ക് ഫിറ്റ്മെൻറ്റ് കിട്ടുന്നുണ്ട്. വഴിയെ പറഞ്ഞുതരാം. ഈ സൈഡിലത്തെ എല്ലാം പില്ലേഴ്സിൽ നമുക്ക് ബ്ലാക്ക് തന്നെയാണ് കിട്ടുന്നത്. ഇവിടെ ഒരു സ്റ്റീൽ ഫിനിഷ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇതുമൊക്കെ കാണാൻ നല്ല രസമുണ്ട്. മേളിൽ വരുന്ന ഈ റൂഫ് റെയിൽസ് പ്രാക്ടിക്കൽ റൂഫ് റെയിൽസ് അല്ല, ഷോ ആണ്. പക്ഷേ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സിൽവർ കളർ മാറ്റി നമുക്കിവിടെ ബ്ലാക്ക് തീമാക്കാനും ഉള്ള ഓപ്ഷൻ ഉണ്ട്. ഇതൊക്കെ ഞാൻ ആ പറഞ്ഞ വീഡിയോയിലുണ്ട്, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അത് കഴിഞ്ഞ് സൈഡിലോട്ട് വരുമ്പോൾ ഈ ക്ലാഡിങ് അവസാനത്തോടു കൂടി അടുത്ത ബമ്പറിലോട്ട് കയറുന്ന ഈ പോർഷൻ ടെയിൽ ലൈറ്റ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. LED ടെയിൽ ലാംപ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. അതായത് ടെയിൽ ലൈറ്റ് എന്ന് പറയുമ്പോൾ ബ്രേക്ക് ലൈറ്റ് മാത്രം നമുക്ക് LED ആണ് കിട്ടുന്നത്. ഇൻഡിക്കേറ്റർ ഹാലജനാണ്, റിവേഴ്സ് ബൾബും ഹാലജനാണ്. നിങ്ങളുടെ ഇരിക്കുന്ന വാഹനത്തിൻ്റെ റിവേഴ്സ് ബൾബ് ഹാലജൻ ആണെന്നുണ്ടെങ്കിൽ അത് LED മാറ്റാൻ സാധിക്കും. നല്ല വെട്ടം കൂടി LED മാറ്റാൻ സാധിക്കും. അങ്ങനെ നിങ്ങളുടെ വാഹനത്തിൻ്റെ റിവേഴ്സ് ബൾബ് LED ആക്കണമെന്നുണ്ടെങ്കിൽ, അതായത് വെട്ടം കൂടി LED ആക്കണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങളുടെ വാഹനം ഏതാണെന്നും കൂടെ ഒന്ന് പറഞ്ഞേക്കുക. ഈ ഒരു വാഹനത്തിൻ്റെ മാറ്റാൻ സാധിക്കും. ഈ ഒരു ലൈറ്റിൻ്റെ ഡിസൈൻ പോകുന്ന കാണാൻ നല്ല രസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് കണക്റ്റഡ് ആണെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നുമായിരിക്കും, പക്ഷേ ഇത് കണക്റ്റഡ് അല്ല. ഈ ഒരു ഭാഗം കൊണ്ട് കറക്റ്റ് അതിൻ്റെ കട്ട് ചെയ്തിരിക്കുന്ന രീതി കാണാൻ നല്ല രസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഹോണ്ടയുടെ ഒരു ലോഗോ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ താഴെ എലിവേറ്റ് എന്ന് വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ ബാഡ്ജിങ്ങും അതുപോലെ തന്നെ iVTEC എഞ്ചിനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. താഴെ 2 റിഫ്ലക്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. 1, 2, 3, 4 പാർക്കിംഗ് സെൻസേഴ്സും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. താഴെ ഒരു സ്കിഡ് പ്ലേറ്റ് പോലെ തന്നെ നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ വാഹനത്തിൽ ഫ്രണ്ടിൽ ഞാൻ പറയാൻ വിട്ട ഒരു കാര്യമുണ്ട്. ഈ വാഹനത്തിന് നമുക്ക് അഡാസ് കിട്ടുന്നുണ്ട്. ക്യാമറ ബേസ്ഡ് അഡാസ് ആണിത്. ഈ കാണുന്ന ഇതിൻ്റെ ക്യാമറയാണ് വരുന്ന അഡാസിൻ്റെ ക്യാമറ. ഇതിന് റഡാറോ ഫ്രണ്ട് സെൻസേഴ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതായത് ക്യാമറ ബേസ്ഡ് അഡാസ് ആണ് ഇവിടെ കിട്ടുന്നത്. ലെവൽ 2 ആണോ എന്ന് ചോദിച്ചാൽ ഏകദേശം അതിൻ്റെ അടുത്ത ഫീച്ചേഴ്സ് തന്നെ കിട്ടുന്നുണ്ട്. ഹോണ്ട സെൻസിങ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇനി നമുക്ക് ഈ ബാക്കിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഇവിടെ ഒരു റിയർ വൈപ്പർ കിട്ടുന്നുണ്ട്, റിയർ ഡീഫോഗേഴ്സ് കിട്ടുന്നുണ്ട്, ഒരു സ്പോയിലർ യൂണിറ്റ് കാണുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ വാഷർ ഫ്ലൂയിഡിൻ്റെ സ്പ്രെയർ കാണാൻ സാധിക്കും. മേളിലൊരു ഷാർക്ക് ഫിൻ ആൻറ്റിനെയും കൊടുത്തിട്ടുണ്ട്. ഇനി വാഹനത്തിൽ കയറാൻ വേണ്ടി ബൂട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഈ കാണുന്നൊരു സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആവും. ഇവിടെ ഒരു റിവേഴ്സ് ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വൺ ഓഫ് ദി ബെസ്റ്റ് ബൂട്ട് സ്പേസ് കിട്ടുന്ന ഒരു വാഹനം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. 458 ലിറ്ററാണ് ഈ ഒരു രീതിക്ക് നമുക്ക് കിട്ടുന്നത്. ഇനി സീറ്റ് ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. 60-40 സ്പ്ലിറ്റ് സീറ്റാണ് നമുക്കിവിടെ കിട്ടുന്നത്. അത് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും കൂടെ സ്പേസും നമുക്ക് കിട്ടുകയാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ലോഡിംഗ് ലിപ്പ് കുറവാണ്. അതായത് വലിയ ലോഡിംഗ് ലിപ്പ് വരുന്നില്ലാത്തതുകൊണ്ട് തന്നെ സാധനങ്ങൾ എടുത്തു വെക്കാനും തിരിച്ചിറക്കാനും വലിയ രീതിക്ക് ബുദ്ധിമുട്ട് വരുന്നതല്ല. അതുപോലെ തന്നെ ഒരു വലിയ പാർസൽ ട്രേ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നല്ലൊരു അഡ്വാൻറ്റേജ് ആണെന്ന് തന്നെ പറയാൻ സാധിക്കും. അതുപോലെ തന്നെ സ്പെയർ വീല്, ടൂൾ കിറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 15 ഇഞ്ചിൻ്റെ ടയറാണ് നമുക്കിവിടെ സ്പെയർ വീലായിട്ട് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഓൺ ഓഫ് സ്വിച്ചോ കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ ഇത് വേണമെങ്കിൽ LED ആക്കായിരുന്നു. ഇവിടെ ഒരു ഹുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെയും ഈ ഒരു പോർഷനിലും ഹുക്ക് അവൈലബിൾ ആണ്. ഇനി നമുക്ക് വാഹനത്തിൻ്റെ അകത്തോട്ടൊന്ന് കയറിയിട്ട് അകത്തെ വിശേഷങ്ങളൊന്ന് നോക്കാം. നമുക്ക് അകത്തോട്ട് കയറുന്ന സമയത്ത് ആദ്യം തന്നെ ഈ ഒരു ഡോർ പാഡ് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു കളർ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇതൊരു ലക്ഷറി ബ്രൗൺ വിത്ത് ബ്ലാക്ക് തീമാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇതെല്ലാം ശരിക്കും ഒരു ലെതർ മെറ്റീരിയൽ തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. സോഫ്റ്റ് ടച്ച് തന്നെയാണ് വരുന്നത്. നമുക്ക് ഇവിടെ ഒരു പാനൽ പോലെ കൊടുത്തിട്ടുണ്ട്. അതും കാണാൻ നല്ല രസമുണ്ട്. ഒരു ഗൺമെറ്റൽ ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. താഴോട്ട് വരുന്ന സമയത്ത് മിറർ അഡ്ജസ്റ്റിങ്ങിൻ്റെ സ്വിച്ച് കാണാം. റൈറ്റിലെ മിറർ, ലെഫ്റ്റിലെ മിറർ ഫോൾഡ് ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ച്, അതുപോലെ തന്നെ നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ച് ഇവിടെ കാണാൻ സാധിക്കും. ലോക്ക്, അൺലോക്ക്, മിറേഴ്സ് ലോക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഡ്രൈവർ സൈഡ് മാത്രം 1 ടച്ച് ഡൗണും 1 ടച്ച് അപ്പും കിട്ടുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാം നോർമൽ സ്വിച്ചസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഈ ഒരു ഭാഗത്തും നമുക്കിവിടെ ഒരു ഹാൻഡ് റെസ്റ്റ് കിട്ടുന്ന പോർഷനും നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എന്ന് പറയാൻ പറ്റും. ഒരു ചെറിയ ബോട്ടിൽ വയ്ക്കാം, എന്തെങ്കിലുമൊക്കെ ഒരു പോർഷൻസ് ഇവിടെ വെക്കാനും സാധിക്കും. സ്പീക്കർ കാണാൻ സാധിക്കും. ഒരു ട്യൂട്ടറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വാഹനത്തിനകത്തോട്ട് കയറുന്ന സമയത്ത് നല്ലൊരു AC വെൻ്റ് ഇവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ ആ പുറമേ വരുന്നൊരു ഗൺ മെറ്റലിൻ്റെ ഒരു ഫീല് കാണാൻ നല്ല രസമുണ്ട്. അതുപോലെ തന്നെ AC വെൻ്റൊക്കെ കുറച്ചൊരു ഓൾഡ് സ്കൂളാണെന്ന് തോന്നും. വലിയൊരു ഗുമ്മം പറയല്ലേ, നല്ലൊരു ഓക്കെ ഫീല് തന്നെയാണ്. ഈ പോർഷൻ ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം, ഈ ഒരു പോർഷൻ, ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്ന ഈ ഒരു മെറ്റീരിയൽ കൊള്ളാം.
നല്ല രസമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ടുപോലത്തെ അതേ മെറ്റീരിയലാണ് ഈ ഒരു പോർഷൻസ് ഈ ഡാഷ്ബോർഡിലെല്ലാം കൊടുത്തിരിക്കുന്നത്. ഈ ക്രാഷ് പാഡും കാര്യങ്ങളൊക്കെയാണ് കാണാൻ നല്ല രസമെന്ന് ഞാൻ പറഞ്ഞത്. അപ്പം ഏതായാലും ഈ ഒരു പോർഷൻ തൊട്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ സ്വിച്ച് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് ഇലൂമിനേറ്റഡ് ആണ് വരുന്നത്, ഒരു റെഡ് കളറാണ് നമുക്കവിടെ കിട്ടുന്നത്. അത് കഴിഞ്ഞ് തൊട്ട് താഴോട്ട് വരുമ്പോൾ ഈ ഒരു പോർഷനും നമുക്ക് നേരത്തെ പറഞ്ഞ ലെതർ ഇൻസേർട്സ് കൊടുത്തിട്ടുണ്ട്. ട്രാക്ഷൻ കൺട്രോളിൻ്റെ സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പെട്രോൾ ടാങ്കിൻ്റെ ലിഡ് തുറക്കാനും ഹുഡ് ഓപ്പൺ ചെയ്യാനുള്ള സ്വിച്ച് ഇതുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സൗണ്ട് ഒന്ന് കുറയ്ക്കാം. ഓക്കെ, അപ്പം ഈ കാണുന്ന ക്ലസ്റ്റർ മീറ്ററിൽ നമുക്കൊരു 7 ഇഞ്ചിൻ്റെ സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന അനലോഗും ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന ഫുള്ളി ഡിജിറ്റലുമാണ്. അപ്പം നമുക്കിവിടെ ഒരു അനലോഗ് നോബ് പോലെ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഇപ്പോൾ കാണാൻ സാധിക്കും. 2 സൈഡ് ഇത് ഫുൾ ഡിജിറ്റലാണ് ഈ പോർഷനിൽ. ഇതിനകത്ത് നമുക്ക് അഡാസിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളും എല്ലാം ഇതിൽ തന്നെയാണ് വരുന്നത്. നമുക്കിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കും. നമുക്കിവിടെ ഓരോ സെറ്റിങ്സും കൃത്യമായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു റോട്ടറി നോബിൽ നമുക്ക് തിരിച്ച് ഏതാണ് വേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ട്രിപ്പ് റീസെറ്റ് ചെയ്യണമെങ്കിൽ റീസെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ജി സെൻസർ, ഗ്രാവിറ്റി സെൻസർ, സീറ്റ് ബെൽറ്റ്സ്, സെറ്റിങ്സിനകത്ത് തന്നെ ക്ലോക്ക് സെറ്റിങ്സ്, ബാക്ക് എല്ലാം നമുക്ക് ഈ ഒരു കാര്യത്തിൽ ചെയ്യാമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. കസ്റ്റം ഇൻഫർമേഷൻ, അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൽ തന്നെ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്വിച്ചസിൽ ഞാൻ കണ്ടൊരു പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും ഇതൊക്കെ ഏകദേശം ഒരു ഐഡൻറ്റിക്കലാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ ഇവിടെ ഈ ഒരു സ്വിച്ച് മാത്രം കുറച്ചൊന്ന് പൊങ്ങി നിൽക്കുന്നു. അതായത് ഒരു ഫോൺ കട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ. ഇപ്പം നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൽ നിന്ന് ശ്രദ്ധ പോവാതെ തന്നെ നമുക്ക് ഈ സ്വിച്ചിൽ പിടിച്ചു കഴിഞ്ഞാൽ കൃത്യം അറിയാൻ സാധിക്കും. ഈ ഒരു സ്വിച്ച് കുറച്ച് താന്നും ഈ ഒരു സ്വിച്ച് കുറച്ച് പൊങ്ങിയാണ് ഇത് കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആ ഒരു രീതി വന്നിരിക്കുന്നത് നമുക്ക് കോൾ പെട്ടെന്ന് ഡിസ്കണക്ട് ചെയ്യാനും ഒക്കെയുള്ള രീതിക്കാണ് അത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വോയിസ് അസിസ്റ്റ് കുറച്ച് താഴെ നമ്മുടെ ആക്സിലറേറ്റർ, ബ്രേക്ക്, പെഡലൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗിലാണ് ഇവിടെ എനിക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ നോർമൽ സ്റ്റിയറിംഗ് വീലാണ് നമുക്ക് കിട്ടുന്നത്. ഫ്ലാറ്റ് ബോട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ കിട്ടുന്നില്ല. 6 എയർ ബാഗ്സും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കോമ്പിനേഷൻ സ്വിച്ചിൽ ഓട്ടോ ഫീച്ചർ വരുന്നുണ്ട്, ഓഫ് വരുന്നുണ്ട്, പാർക്ക് ലൈറ്റ് ഓൺ വരുന്നുണ്ട്, ഹെഡ് ലൈറ്റ് ഓൺ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫോഗ് ലാമ്പിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് നമുക്കിവിടെ കാണാൻ സാധിക്കും. ലെയിൻ വാച്ച് ക്യാമറയുടെ സ്വിച്ച് നമുക്ക് ഈ ഒരു റൈറ്റ് സൈഡിലാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലോട്ടുള്ള കോമ്പിനേഷൻ സ്വിച്ച് നോക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോ കിട്ടുന്നില്ല. പക്ഷേ നമുക്ക് മിസ്റ്റിൻ്റെ ഫീച്ചർ ഇൻ്റർവെല്ലിൽ ലോ ഹൈ കിട്ടുന്നുണ്ട്. റിയർ വൈപ്പറിൻ്റെ സ്വിച്ചും നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ പാഡിൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. പാഡിൽ ഷിഫ്റ്റേഴ്സ് വരുന്നത് നമുക്കിവിടെ ഒരു CVT ആണ് കിട്ടുന്നത്. സ്റ്റെപ്പ് ട്രാൻസ്മിഷനിൽ നമുക്കത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സ്റ്റിയറിംഗ് നമുക്ക് ടിൽറ്റും വരുന്നുണ്ട്, ടെലിസ്കോപ്പിങ്ങും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ സൈഡിലോട്ട് പോകാനാണെന്നുണ്ടെങ്കിൽ 10.25 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് കിട്ടുന്നത്. റിയർ ക്യാമറ നമുക്കിവിടെ കാണാൻ സാധിക്കും. അത് വേണ്ടെങ്കിൽ ഓഫ് ചെയ്തിടാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ക്യാമറയുടെ കേസ് പറഞ്ഞപ്പോഴാണ് ഇവിടെ നമുക്ക് ഒരു സ്വിച്ചും കൂടെ കാണാൻ. ലെയിൻ വാച്ചിൻ്റെ സ്വിച്ച് ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ ക്യാമറ യൂസ് ചെയ്ത് ഈ സൈഡിലെ ലെയിൻ വാച്ച് കാണാൻ സാധിക്കും. ഒരു ഓക്കെ ക്യാമറ എന്നേ പറയാൻ സാധിക്കത്തില്ല, ഭയങ്കര ഒരു ഗുമ്മ പറയാൻ സാധിക്കത്തില്ല. പക്ഷേ റിയർ ക്യാമറ കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട് തന്നെ പറയാം. അത്യാവശ്യം നല്ല വ്യൂ. അതിൽ ഓരോ വ്യൂസ് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. വൈഡ് കിട്ടണമെങ്കിൽ അങ്ങനെ, നേരെ ബാക്കിലത്തെ പോർഷനായിട്ട് കിട്ടണമെങ്കിൽ അങ്ങനെ. ഇതും കൂടെ പ്രസ് ചെയ്ത് കറക്റ്റ് ഒരു നമ്മൾ അടുത്ത്, അതായത് ഈ താഴത്തെ പോർഷനിൽ എന്തുണ്ടെന്നുള്ളത് വളരെ വിസിബിളായിട്ട് കാണുന്ന രീതിക്ക് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടു. ഈ ഒരു ബേർഡ് ഐ വ്യൂ പോലത്താണ്. കാരണം നമുക്ക് കുറച്ചുകൂടെ വൈഡായിട്ടും കാണാം. ഈ ഒരു ബമ്പറിൻ്റെ പോർഷൻ കൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ കൃത്യമായിട്ട് റിവേഴ്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഉപകാരം വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഫിസിക്കൽ സ്വിച്ചസ് വളരെ കൃത്യമായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു മ്യൂട്ട് ബട്ടൺ, സൗണ്ട് കൂട്ടാം, സൗണ്ട് കുറയ്ക്കാം, പവർ ഓഫ് ബട്ടൺ ഇവിടെ വരുന്നുണ്ട്. പ്രസ് ചെയ്ത് പിടിച്ചാൽ ഫുൾ ഓഫായി, ഒന്നും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓണായി. അതുപോലെ തന്നെ ഹോം ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹോം സ്ക്രീൻ ഇതാണ് വരുന്നത്. ഉണ്ട് സെറ്റിങ്സിനകത്ത് USB സെറ്റിങ്സ്, ബീപ്പ്, ഡിസ്പ്ലേ, ബാക്ക്ഗ്രൗണ്ട് കളർ, ഓപ്പണിംഗ് ആനിമേഷൻ എങ്ങനെ വേണമെന്നുള്ളത്, ക്ലോക്ക്, റിയർ വ്യൂ, ലെയിൻ വാച്ച്, റിയർ വൈഡ് ക്യാമറ, അതിലേത് വേണമെന്നുള്ള നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഗൈഡ് ലൈൻസ് വേണമെങ്കിൽ കൊടുക്കാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് സെറ്റിങ്സ്. ഏതായാലും ഭയങ്കര ഗുമ്മൻ സെറ്റിങ്സ് പറയല്ല, എന്നാൽ അത്യാവശ്യം വേണ്ട ഒരു ആവറേജ് സെറ്റിങ്സ് ഇതിലുണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും വയർലെസ് ആയിട്ട് തന്നെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. തൊട്ട് താഴെ വരുമ്പോൾ 2 AC വെൻറ്റുകൾ കാണാൻ സാധിക്കും. ഹസാർഡ് സ്വിച്ചും നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ഓഫ് ചെയ്യാം. അതുപോലെ തന്നെ ACയുടെ ഫുൾ കൺട്രോൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓട്ടോ AC ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇതിൻ്റെ ടോഗിൾ സ്വിച്ചസ് ആണ് ബ്ലോവറിൻ്റെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും. ഇതിൻ്റെ സ്വിച്ചിൻ്റെ സൗണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. നമ്മൾ കഴിഞ്ഞ ദിവസം ഹോണ്ട സിറ്റി ചെയ്ത സമയത്ത് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു
പറയുന്നൊരു കാര്യമാണിത്. അപ്പം സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി, അതുപോലെ തന്നെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇവിടെ കിട്ടുന്ന ഒരു ടോഗിൾ സ്വിച്ച് ആണ് കിട്ടുന്നത്. അതും കിടുവാണ്. ഇൻസൈഡ് സർക്കുലേഷൻ, ഔട്ട്സൈഡ് സർക്കുലേഷൻ ഇതിലാണ് സെറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് ഡീഫോഗറും റിയർ ഡീഫോഗറിൻ്റെ സ്വിച്ച് ഇവിടെ വരുന്നുണ്ട്. മോഡ്സ് ചേഞ്ച് ചെയ്യാം, എയർ ഏതിലെ ഫ്ലോ പോകണം എന്നുള്ളത് നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ AC ഓൺ ഓഫ് സ്വിച്ച് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. മാക്സ് കൂള് കിട്ടുന്നുണ്ട്, ഒറ്റയടിക്ക് പെട്ടെന്ന് കൂളാവണമെന്നുണ്ടെങ്കിലുള്ള. പിന്നെ ഓട്ടോ ഓൺ ചെയ്യാനുള്ള സ്വിച്ച് ഇവിടെയാണ് വരുന്നത്. ACയുടെ ഫുൾ ഓൺ ഓഫ് സ്വിച്ച് ഇവിടെയാണ് കിട്ടുന്നത്. തൊട്ട് താഴെ ഒരു വയർലെസ് ചാർജിങ് പാഡ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അത് നല്ലൊരു ഫീച്ചറാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു 12 വോൾട്ടിൻ്റെ ഔട്ട്പുട്ടും നമുക്ക് കിട്ടുന്നുണ്ട്. അത് മാക്സിമം 180 വാട്ട്സ് എന്ന് പറഞ്ഞ് വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. 2 USB A ടൈപ്പാണ് കിട്ടുന്നത്. എനിക്ക് തോന്നുന്നു പുതിയ മോഡൽ വരുമ്പോൾ മിക്കവാറും ഇതൊരു C ടൈപ്പായിട്ട് കൺവേർട്ട് ആവാനുള്ള ചാൻസസ് ഉണ്ട്. വയർലെസ് ചാർജർ ആവശ്യമുള്ളപ്പോൾ മാത്രം ഓൺ ചെയ്യാൻ പറ്റുന്നൊരു നല്ലൊരു ഫീച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കാര്യമാണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം ആവശ്യമില്ലാത്ത സമയത്ത് നമുക്കിത് ഓഫ് ചെയ്തിടാൻ സാധിക്കും. നല്ലൊരു ഗുണമാണ്. അതുപോലെ തന്നെ 2 കപ്പ് ഹോൾഡേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ കിട്ടുന്നത് ഞാൻ പറഞ്ഞിരുന്നുണ്ട്, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് കിട്ടുന്നത്. CVT ആണ് വരുന്നത്. പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, സീക്വൻഷ്യൽ മോഡ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഡെമ്മി സ്വിച്ച് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കീസിന് വേറെ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. സെയിം കീ തന്നെയാണ്. ലോക്ക്, അൺലോക്ക്, ഹോൾഡ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ കീ നമുക്ക് തൽക്കാലം ഇങ്ങോട്ടൊന്ന് മാറ്റി. ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് കാണാം. ഇവിടെ 2 പോർഷൻസിലും എന്തെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കും. അകത്തൊരു ചെറിയ കപ്പ് ഹോൾഡർ കാണാൻ സാധിക്കും. ഫിക്സഡ് ആംറസ്റ്റ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഈ ഒരു പോർഷൻ കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗത്ത് മുഖം നോക്കാൻ ലൈറ്റോ കാര്യങ്ങളോ വരുന്നില്ല. പക്ഷേ ഇവിടെ ഒരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് ഫിറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. റിയർ വ്യൂ മിറർ കാണാം. 2 റൂഫ് ലാംപ്സ് കാണാൻ സാധിക്കും. അത് LED തന്നെയാണ് വരുന്നത്. നല്ല കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് സൺറൂഫും ഇവിടെ കിട്ടുന്നുണ്ട്. ഇത് ഒരു നോർമൽ സൺറൂഫാണ്, സിംഗിൾ പെയിൻ സൺറൂഫാണ് നമുക്കിവിടെ കിട്ടുന്നത്. പക്ഷേ ഒരു ഓക്കെ ഫീൽ എന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. പലപ്പോഴും പലരും പറയുന്നൊരു കാര്യമാണ്, പനോരമിക് സൺറൂഫ് ഇല്ല, അതുകൊണ്ട് ഈ വാഹനം കൊള്ളില്ല. ശരിക്കും പനോരമിക് സൺറൂഫിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വാഹനം വാങ്ങിക്കഴിയുമ്പോഴത്തേക്കുള്ളൊരു ഗുമ്മല്ലാതെ പിന്നീട് ഇതാരും യൂസ് ചെയ്തില്ലെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. വളരെ ചുരുക്കം നമ്മൾ യൂസ് ചെയ്താലേ ഉള്ളൂ. നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു സൺറൂഫുള്ള വാഹനമാണെങ്കിൽ ഒന്ന് കമൻസ് ഇടുക. നിങ്ങളത് ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ടോ, അതോ വാങ്ങിച്ച കുറച്ച് കാലഘട്ടം മാത്രം ഒന്ന് നോക്കിയിട്ട് പിന്നീട് ഇതുവരെ തൊട്ടിട്ടില്ലെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ഇട്ടേക്കുക. അതുപോലെ തന്നെ നമുക്കിത് ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇതൊരു ഡോർ സ്വിച്ച് ആണ് കൊടുത്തിരിക്കുന്നത്. ഡോർ ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് ലൈറ്റ് ഓൺ ആക്കണമെങ്കിൽ അങ്ങനെ ഓൺ ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി കോ ഡ്രൈവർ സൈഡിലോട്ട് നമ്മൾ ആദ്യം നോക്കുന്ന കാര്യം ഗ്ലോ ബോക്സ് ആണ്. കാലേ മുട്ടി. അപ്പം ഞാൻ നേരെ ബാക്കിലോട്ട് ആക്കുകയാണ്. അപ്പം എൻ്റെ കാലിലോട്ട് മുട്ടത്തില്ല, ഫ്രീ ആയിട്ടുള്ള സ്പേസ് ആണ്. നേരത്തെ ഞാൻ കാണിച്ചതുപോലെ തന്നെ ഇവിടുത്തെ ആംറസ്റ്റും കാര്യങ്ങളൊക്കെ നല്ല പക്കയാണ്. സോഫ്റ്റ് ടച്ച് മെറ്റീരിയലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പോർഷനിലൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുന്ന കാണാൻ നല്ല രസമുണ്ട്. അത്യാവശ്യം ഒരു നീറ്റ് ഗ്ലോ ബോക്സ് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇവിടെ നിന്ന് എനിക്ക് 12 വോൾട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. മൊബൈൽ ചാർജറൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. വയർലെസ് ആയിട്ടുള്ളതൊക്കെ ആക്സസ് ചെയ്യാം. ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിലും എന്തെങ്കിലും കൺട്രോൾസിലൊക്കെ ചെയ്യണമെന്നെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇവിടെ നമുക്ക് ലൈറ്റ് വരുന്നുണ്ട്. അത് ഏതായാലും നല്ലൊരു കാര്യമാണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കിടുവാണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മുടെ ഈ ഒരു സൈഡിൽ വരുന്ന. ആംറസ്റ്റും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഈ ഒരു മെറ്റീരിയലിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ഒരു ലെതർ മെറ്റീരിയൽ തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു കളർ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നല്ലൊരു കളർ തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഏതായാലും ഇനി നമുക്ക് ബാക്കിലും കൂടെ വന്നിരിക്കാം. 2 കളർ ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്. ഐവറി ബ്ലാക്കും കിട്ടുന്നുണ്ട്, പിന്നെ ഈ പറയുന്ന ഒരു ബ്രൗണും ബ്ലാക്കും കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഐവറി കഴിഞ്ഞ ഇഷ്ടം ഈ ഒരു കളറാണ്. കാരണം പെട്ടെന്നൊന്നും ചെളി പിടിക്കത്തില്ലെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഇങ്ങനെ ഒരു സ്വിച്ചും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ക്ലസ്റ്റർ മീറ്ററിൻ്റെ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വെട്ടം എത്രത്തോളം വേണം എന്നുള്ളത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സ്വിച്ച് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ബാക്കിലത്തെ സീറ്റ്. ഈ ഒരു സീറ്റ് നിങ്ങൾ കണ്ടായിരുന്നു ഞാൻ എത്രത്തോളം ബാക്കിലോട്ടാണ് ഇറക്കിയിട്ടെന്നുള്ളത്. ഇതെൻ്റെ ഡ്രൈവർ സൈഡിലെ പൊസിഷൻ. ഈ 2 സീറ്റിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാവും. ഇത് കുറച്ചുകൂടെ ബാക്കിലോട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് തന്നെ ഇരിക്കാൻ സാധിക്കുന്നുണ്ട്. നല്ല തൈ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അത് തൈ സപ്പോർട്ട് എപ്പോഴും നമുക്ക് കൂടുതൽ എപ്പോഴും കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെഗ് റൂം നമുക്ക് കൂടുതലുള്ളപ്പോൾ കാല് കുറച്ച് നീട്ടി വെക്കാൻ സാധിച്ചാൽ ഈ ഒരു പോർഷൻ, അതായത് നമ്മുടെ തൈ സപ്പോർട്ടിൻ്റെ പോർഷൻ എപ്പോഴും നമുക്ക് ഓക്കെ ആയിട്ട് തന്നെ ഫീൽ ചെയ്യും. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബാക്കിലത്തെ സ്പേസും അടിപൊളിയാണ്. അതുപോലെ തന്നെ മൊബൈലൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് 2 പൗച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് കിടുക കേട്ടോ, നല്ലൊരു കാര്യം. കാരണം ചുമ്മാ ഇതിനകത്തോട് ഇടുന്നതിന് പകരം ഈ ഒരു പൗച്ചിലോട്ട് ഇട്ട് വെക്കാന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ ഇവിടെ ഇരുന്നോളും. ഈ ഒരു സൈഡിലും ആ ഒരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 2 AC വെൻറ്റ് ഇവിടെ കാണാൻ സാധിക്കും. അത് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. താഴെ ഒരു 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇനി ഇറങ്ങാൻ പോകുന്നതിലൊക്കെ ഇത് C ടൈപ്പ് ആകാനുള്ള സാധ്യതയാണ് വളരെ കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഹെഡ് റെസ്റ്റിൻ്റെ കാര്യം പറയാനാണെങ്കിൽ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ് കിട്ടുന്നത്. അത് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു വിങ് ഷേപ്പ് പോലത്തെ തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നതെന്ന് തന്നെ പറയാം. ഈ ഒരു സ്ലാൻഡിങ് അത്യാവശ്യം അടിപൊളിയാണ്. നല്ല രീതിക്ക് തന്നെ നമുക്ക് ഇവിടെ ഇരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്.
ഫോൾഡിങ് ഓപ്ഷൻസ് ഇല്ല. 60-40 സ്പ്ലിറ്റ് ആണ് കിട്ടുന്നത്. ഇതൊരു 60 പോർഷനാണ് കിട്ടുന്നത്. ഇവിടെ ഒരു ഹെഡ് റെസ്റ്റ് കിട്ടുന്നുണ്ട്, സെൻറ്ററിൽ ഒരു ഹെഡ് റെസ്റ്റ് കിട്ടുന്നുണ്ട്. അതും നല്ലൊരു കാര്യമാണെന്ന് തന്നെ പറയാൻ സാധിക്കും. സെൻറ്റർ ഹെഡ് റെസ്റ്റ്, അപ്പം 3 ഹെഡ് റെസ്റ്റ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ആംറസ്റ്റ് പ്ലസ് ഒരു കപ്പ് ഹോൾഡറും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇതെല്ലാം ശരിക്കും ഗുമ്മൻ ഫീച്ചേഴ്സ് തന്നെയാണ്. അതുപോലെ തന്നെ ഒരു ലൈറ്റും നമുക്ക് കിട്ടുന്നുണ്ട് ബാക്ക് സൈഡിൽ. അത് LED തന്നെയാണ് വരുന്നത്. അതും കൊള്ളാം, നല്ലൊരു ഫീച്ചറാണ് നമുക്ക് പറയാൻ സാധിക്കും. ഏതായാലും 60-40 കൂടെ കിട്ടുന്നുള്ളതുകൊണ്ട് നമുക്ക് ഒരു അപ്രീസിയേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. കാരണം എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിലും അത്യാവശ്യം ലഗേജസ് ഒക്കെ കൊണ്ടുപോകണമെങ്കിൽ ഒരാളെ ബാക്കി ഇരിക്കാനുള്ളതെങ്കിൽ ഈ ഒരു സീറ്റ് ഫോൾഡ് ചെയ്തിടാൻ സാധിക്കും. പിന്നെ സെൻറ്ററിൽ ഇരിക്കുന്ന ആളുടെ കാര്യം ഇച്ചിരി ശോകം തന്നെയാണ്. കാരണം ബാക്ക് കുറച്ച് ഹാർഡാണ്. നമ്മൾ പറഞ്ഞ പോലെ ആംറസ്റ്റ് വരുന്നുള്ളതുകൊണ്ട് ഈ സെൻറ്ററിലെ പോർഷൻ ഇതിൻ്റെ അത്രയും സോഫ്റ്റ് അല്ല, ഇത് കുറച്ച് ഹാർഡ് മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ നടുക്കിരിക്കുന്ന ഒരാൾക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ബാക്കി 2 സൈഡിലും, ഈ ഒരു സൈഡും പക്ക. ബാക്കിലത്തെ 2 ഡോർസിലും ട്യൂട്ടറും സ്പീക്കേഴ്സും കിട്ടുന്നുണ്ട്. അതായത് ടോട്ടലി 4+4 8 സ്പീക്കേഴ്സാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നത്. അപ്പം നമുക്ക് ഈ വാഹനത്തിൻ്റെ എൻജിൻ റൂമും കൂടി ഒന്ന് കണ്ടു നോക്കാം. ഇവിടെ പ്രധാനമായിട്ട് പറയാനുള്ളൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനത്തിന് ഇച്ചിരി വലിപ്പം കൂടിയെന്ന് മാത്രമേ ഉള്ളൂ. യെസ്, ഓക്കെ. അപ്പം ഹോണ്ടയുടെ ഒരു കേസിൽ നമുക്ക് ഏറ്റവും കൂടുതൽ എടുത്ത് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 1.5 ലിറ്റർ എൻജിൻ തന്നെയാണ് അവർ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകുന്നത്. ഡീസൽ എൻജിൻ ഉണ്ടായിരുന്നു, സ്റ്റോപ്പ് ചെയ്തു. കിഡു എന്ന് പറഞ്ഞാൽ ഒരു ഡീസൽ എഞ്ചിനായിരുന്നു ഹോണ്ടയിൽ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് സ്റ്റോപ്പായിപ്പോൾ. ഇനിയിപ്പോൾ നമുക്കുള്ള ഒരു പെട്രോൾ എഞ്ചിൻ തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്ന 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനാണ് കിട്ടുന്നത്. 121 PS പവറും 145 Nm ടോർക്കുമാണ് ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു ടർബോ കയറുന്ന സമയത്ത് ഒരുപാട് മെക്കാനിക്കൽ കമ്പോണൻസ് കൂടുന്നുണ്ട്. അതിൻ്റേതായ പ്രശ്നങ്ങൾ ഭാവിയിൽ വരാനുള്ള സാധ്യതകളുണ്ട്. അതേ സ്ഥാനത്ത് ഒരു എഞ്ചിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു രീതിക്കുള്ള പ്രശ്നവും വരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഹോണ്ട അതിൻ്റെ റിലയബിലിറ്റിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ നിൽക്കുന്നത്. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഹോണ്ടയുടെ എഞ്ചിനാന്ന് പറഞ്ഞാൽ ഓക്കെ നല്ല എഞ്ചിനാണ് എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാര്യങ്ങളിൽ ഒന്ന്. അപ്പോൾ ഈ ഒരു കാരണം വെച്ച് തന്നെ നമുക്കിത് പറയാൻ സാധിക്കും. ഈ ഒരു വാഹനത്തിൻ്റെ 2 ഗിയർ ബോക്സ് ഓപ്ഷനാണ് കിട്ടുന്നത്. ഒരു 7 സ്പീഡ് CVT കിട്ടുന്നുണ്ട്, ഒരു 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് നമുക്കിവിടെ കിട്ടുന്നത്. നമുക്ക് ഇന്ന് നമ്മുടെ കൂട്ടത്തിലുള്ളൊരു CVT വാഹനമാണ്. CVT വാഹനത്തിൽ ഒരുപാട് പേര് നെഗറ്റീവ് സൈഡായിട്ട് പറയുന്നൊരു കാര്യമാണ് റബ്ബർ ബാൻഡ് എഫക്റ്റ്, അഥവാ ഈ വാഹനം ഒരുപാട് RPM കയറുന്നുണ്ടെന്നുള്ളൊരു കാര്യം. ശരിക്കും പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള രീതിക്കാണ് നിങ്ങൾ ഈ വാഹനം ഡ്രൈവ് ചെയ്യുന്നതുണ്ടെങ്കിൽ, അതായത് കൃത്യമായിട്ട് നോർമലായിട്ട് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫ്യൂൽ എഫിഷ്യൻസി തരാൻ സാധിക്കുന്ന ഒരു വാഹനമാണ് നമ്മൾ ഈ കാണുന്നത്. 16.9 എങ്ങാണ്ട് കമ്പനി അവകാശപ്പെടുന്നുണ്ട്. നമുക്ക് എങ്ങനെയാണെങ്കിലും മര്യാദയ്ക്ക് ഓടിച്ചു കഴിഞ്ഞാൽ ഒരു 13 to 14 വരെയൊക്കെ മാക്സിമം നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. CVT വാഹനത്തിൽ നിങ്ങൾ കയറുന്ന സമയത്ത് ഓവറായിട്ട് ആക്സിലറേറ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഓവറായിട്ട് ആക്സിലറേറ്റ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് മൈലേജ് ഡ്രോപ്പ് ഉണ്ടാകുന്നത്. അതേ സ്ഥാനത്ത് മര്യാദയ്ക്ക് ആക്സിലറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഫ്യൂവൽ ഡ്രോപ്പ് അല്ലെങ്കിൽ മൈലേജ് ഡ്രോപ്പ് ഉണ്ടാകുന്നതായിരിക്കത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ എൻജിനൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. യെസ്, ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ എൻജിൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ വാഹനത്തിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഈ എൻജിൻ സ്റ്റാർട്ടഡ് ആണെന്ന് അറിയില്ല. വൈബ്രേഷൻസ് ഒട്ടും തന്നെ ഇല്ല. നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണുമ്പോൾ മനസ്സിലാവും 4 സിലിണ്ടർ ആയതുകൊണ്ട് തന്നെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ചെറിയൊരു വൈബ്രേഷൻ അല്ലാതെ ഒരു രീതിക്കുള്ള വൈബ്രേഷൻസും നമുക്കിവിടെ കിട്ടില്ല. പ്രത്യേകിച്ച് ഇതിൻ്റെ എൻജിൻ മൗണ്ടിങ്ങും കാര്യങ്ങളൊക്കെ നല്ലതായതുകൊണ്ടും 4 സിലിണ്ടർ ആയതുകൊണ്ടുമാണ് ഈ ഒരു വാഹനത്തിന് ഇത്രയും അധികം കംഫോർട്ട് കിട്ടുന്നതിൻ്റെ കാര്യം. ഇവിടെ നമുക്ക് മിസ്സിംഗ് ആയിട്ടുള്ളൊരു ഇലക്ട്രിക് സീറ്റാണ്. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ്മെൻറ്റ് ഒന്നും വരുന്നില്ല. ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും നമ്മുടെ റിക്ലൈൻ അഡ്ജസ്റ്റ് ചെയ്യാനും ഫ്രണ്ട് ആൻഡ് ബാക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും എല്ലാം മെക്കാനിക്കലായിട്ട് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ ആംബിയൻ ലൈറ്റ് ഒക്കെ ഫിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ കമ്പനിയിൽ നിന്ന് തന്നെ ഇപ്പോൾ അവർ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ വാഹനം എടുത്തിരിക്കുന്നത് വിഷൻ ഹോണ്ടയിൽ നിന്നാണ്. അപ്പോൾ വിഷൻ ഹോണ്ടയുടെ കോൺടാക്ട് നമ്പറും കൂടി ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഇതിൽ വിളിച്ച് ചോദിക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ വാഹനത്തിൽ അഡീഷണൽ ആയിട്ടുള്ള ഫിറ്റ്മെൻറ്റ്സ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 360 ഡിഗ്രി ക്യാമറയോ അല്ലെങ്കിൽ ആംബിയൻ ലൈറ്റൊക്കെ, ഇപ്പോൾ ഈ സൈഡിലൊക്കെ നമുക്ക് ആംബിയൻ ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കമ്പനി തന്നെ ഫിറ്റ് ചെയ്ത് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വാറണ്ടിയോ കാര്യങ്ങളോ ഒന്നും രീതിക്ക് ബാധിക്കുന്നതല്ല. അപ്പോൾ അങ്ങനെ ആംബിയൻ ലൈറ്റോ 360 ക്യാമറയൊക്കെ നിങ്ങൾക്ക് ഫിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഹോണ്ടയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ വാറണ്ടിയുടെ രീതി തന്നെയാണ്. അതായത് 7 ഇയേഴ്സ് അല്ലെങ്കിൽ അൺലിമിറ്റഡ് കിലോമീറ്റേഴ്സ് എക്സ്റ്റൻഡ് വാറണ്ടി കിട്ടുന്നുണ്ട്. 7 ഇയേഴ്സ് മാത്രമല്ല 10 ഇയേഴ്സും കിട്ടുന്നുണ്ട്. 10 ഇയേഴ്സ് അല്ലെങ്കിൽ 1,20,000 കിലോമീറ്റേഴ്സ്. അതെനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഓട്ടമുള്ള കസ്റ്റമർ
കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ 7 ഇയേഴ്സ് അല്ലെങ്കിൽ അൺലിമിറ്റഡ് കിലോമീറ്റർ ആണ് പറയുന്നത്. അപ്പോൾ അൺലിമിറ്റഡ് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 4 ലക്ഷം കിലോമീറ്റർ ആയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും തന്നെ നോക്കേണ്ട കാര്യമില്ല. ധൈര്യമായിട്ട് ഈ വാഹനത്തിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ എക്സ്റ്റൻഡ് വാറണ്ടിക്കകത്ത് കവർ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കവറേജ് കിട്ടുന്നതാണ്. ഇപ്പം ഞാൻ ഈ വാഹനത്തിൻ്റെ കീ പുറത്ത് എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. ഇത് ലോക്കായിട്ടുണ്ട്, ലോക്ക്ഡാണ്. അപ്പം കൈ ഇതിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ അൺലോക്കായി. ഓക്കെ, ഇനിയിപ്പോൾ ഈ കീ ആയിട്ട് ഞാൻ കുറച്ച് ദൂരം മാറിക്കഴിഞ്ഞാൽ ഓട്ടോ ലോക്ക് ആവുമോ? യെസ്, ഓട്ടോ ലോക്കായി. അപ്പോൾ ആ ഒരു ഫീച്ചറും നല്ലൊരു കാര്യമാണ്. ഇനി ഞാൻ ലോക്ക് ചെയ്തു. ഇനി ഹോൾഡ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാണ് വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. യെസ്, സ്റ്റാർട്ടായി. പക്ഷേ സത്യം പറഞ്ഞാൽ സ്റ്റാർട്ടായത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഭയങ്കര സൈലൻ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സൈലൻ്റാണ്. നിങ്ങൾക്ക് അടുത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പം അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഈ വാഹനം സ്റ്റാർട്ടാണെന്ന് അറിയത്ത് പോലുമില്ല, അത്രയും സൈലൻ്റാണ്. ഇപ്പം ഞാൻ വാഹനത്തിനകത്തോട്ട് കയറുക, ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഇത് നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ ഈ വാഹനം സ്റ്റാർട്ടായിരിക്കുന്ന കണ്ടീഷനാണ്. AC ഓണാണ്. പക്ഷേ ഒരു രീതിക്കുള്ള, അതായത് ഇത്രയും ലൈറ്റുകൾ മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. ഇവിടെ എയർ ഫ്ലോ വരുന്നുണ്ട്, കൂൾഡ് എയർ ആണ്. പക്ഷെ ഇവിടെ ഒന്നും തന്നെ കാണിക്കുന്നില്ല കേട്ടോ. അത് കിടുവാണ് കേട്ടോ. ഇനി ഞാൻ ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തു, ഇപ്പം ഫുള്ളി ഓഫായി. യെസ്, അതുപോലെ ഹോണ്ടയുടെ ഒരു കാര്യം പറയാനാണെങ്കിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഒന്നും കുത്തിക്കയറ്റി വെച്ചിട്ടില്ല. പക്ഷേ ഉള്ള ഫീച്ചേഴ്സ് അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ള ഫീച്ചേഴ്സ് ആണ് ഇതിൽ കൂടുതലും കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിൽ ഫീച്ചേഴ്സ് കൂടുതലില്ലാത്തതുകൊണ്ടാണ് ആൾക്കാർ പൊതുവെ ഹോണ്ട വേണോ എന്നുള്ള ഒന്നുകൂടെ ചിന്തിക്കുന്നത്. പക്ഷേ ഒരുപാട് ഫീച്ചേഴ്സിനെ കഴിഞ്ഞ് നല്ല അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ, അതായത് നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ഉള്ളത് ഭയങ്കര ഒരു ഗുണമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ സൺറൂഫ് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ചില സാഹചര്യങ്ങളിൽ ആവശ്യം വരുമെന്നല്ലാതെ അതിനൊരു വലിയൊരു പ്രയോറിറ്റി നമുക്ക് കൊടുക്കാൻ സാധിക്കത്തില്ലെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നിങ്ങളുടെ അഭിപ്രായം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ കീയിൽ നമുക്കൊരു മാനുവൽ കീ വരുന്നുണ്ട്. അതായത് ഇങ്ങനെ പ്രസ് ചെയ്ത് ഊരിയെടുക്കാൻ സാധിക്കും. എന്തിനാണ് മാനുവൽ കീ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ള, കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ട ഇതിനകത്തോട്ട് കീ ഇൻസേർട്ട് ചെയ്ത് ലോക്ക് ആണെന്നുണ്ടെങ്കിൽ അൺലോക്ക് ചെയ്യാൻ സാധിക്കും. ഈ റിമോട്ടിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ഒരു ഹിഡൻ ഫീച്ചർ കൂടി ഞാൻ കാണിച്ചു തരട്ടെ. ഈ ഒരു കീ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഈ കീ ഇതിനകത്ത് നിന്ന് ഇങ്ങനെ ഊരിയെടുക്കാൻ സാധിക്കും. ഓക്കെ, ഇത് ഊരിയെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്ലോട്ട് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ കണ്ടു. ഓക്കെ, ഈ സ്ലോട്ടിലോട്ട് ഈ കീ എനിക്ക് എങ്ങോട്ട് വെച്ചിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എനിക്കിത് ഫ്രീ ആയി. കണ്ടോ, ഇതിപ്പം ബ്രേക്ക് അപ്ലൈ ചെയ്യാതെ എനിക്ക് മാറ്റാൻ പറ്റില്ല. എന്നാൽ ഇവിടെ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫ്രീ ആയി, ഇതേ റിവേഴ്സിലോട്ട് വീണു. ഓക്കെ, അപ്പോൾ സംഗതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിക്ക് നമ്മുടെ ബ്രേക്കിൻ്റെ അവിടെ വരുന്ന സ്വിച്ചിന് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇതിനകത്തൊരു ഇലക്ട്രിക്കൽ സ്വിച്ചാണ് ഇതിനെ ഓപ്പറേറ്റ് ചെയ്യിക്കുന്നത്. അതായത് ഈ ലിവറിന് ലോക്ക് മാറ്റി കൊടുക്കുന്നത്. അത് മാനുവലായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനൊരു പ്രൊവിഷൻ കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു ഡ്രൈവും കൂടെ എടുക്കാം. ഏതായാലും കുറച്ച് ദൂരം ഡ്രൈവ് ചെയ്താണ് വന്നത്. ഏകദേശം ഒരു 10 കിലോമീറ്റർ, 10 അല്ല, ഒരു 12 കിലോമീറ്ററോളം അടുപ്പിച്ച് ഡ്രൈവ് ചെയ്തായിരുന്നു. ഏതായാലും നല്ല എക്സ്പീരിയൻസ് തന്നെയാണ്. കാരണം വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ പറയില്ല. ആകപ്പാടെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് നമുക്ക് എടുത്തു പറഞ്ഞേ പറ്റൂ എന്ന് പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ CVT ട്രാൻസ്മിഷൻ്റെ ആ ഒരു ലാഗ്, അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുന്നത്, അതിനകത്ത് പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ഒരു റബ്ബർ ബാൻഡ് എഫക്റ്റ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന പോലെ ഓവറായിട്ട് RPM ചുമ്മാ കയറുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അത് മാത്രം ഒരു നെഗറ്റീവായിട്ട് പറയാൻ സാധിക്കത്തുള്ളൂ. അതിൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, നിങ്ങളൊരു CVT വാഹനമാണ് ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ മൈലേജ് കിട്ടണം, അതായത് ഫ്യൂൽ എഫിഷ്യൻസി കിട്ടണമെന്നുണ്ടെങ്കിൽ വളരെ മിനിമലായിട്ട് ത്രോട്ടിൽ കൊടുക്കാമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു RPM മീറ്റർ ഉണ്ട്. RPM മീറ്ററിൽ വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഇപ്പം അത് 1000-ന് ഒരു അല്പം മേളിലാണ് നിൽക്കുന്നത്. അതായത് 1500 RPM പോലും ആയിട്ടില്ല. 32 കിലോമീറ്റർ സ്പീഡിലാണ് ഞാൻ ഡ്രൈവ് ചെയ്യുന്നത്. ഈ രീതിക്ക് എനിക്ക് ഓവറായിട്ട് ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ ചുമ്മാ റേസായി പതുക്കെ സ്പീഡ് കയറത്തുള്ളൂ. അതേ സ്ഥാനത്ത് നമ്മൾ വളരെ ഗ്രാജുവലായിട്ടാണ് ആക്സിലറേറ്റ് ചെയ്യുന്നതെങ്കിൽ വളരെ മിനിമലായിട്ട് തന്നെ സ്പീഡ് കയറുന്നതായിരിക്കും. അതൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ആ ഒരു കാര്യം എപ്പോഴും നിങ്ങൾ മനസ്സിൽ വെച്ചോണം, മറക്കരുത്. ഇനി നമുക്കൊരു കയറ്റം ഒന്ന് കയറിയിട്ട് ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതും കൂടെ നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. നമ്മുടെ സ്ഥിരം റോഡ് ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് ലെഫ്റ്റ് കയറാം. യെസ്, ഈ കയറ്റത്തിൽ നമ്മൾ സ്ഥിരം ചെയ്യുന്ന പരിപാടി സ്റ്റോപ്പ് ചെയ്തു. ലെഫ്റ്റ് ഇട്ട സമയത്ത് തന്നെ നമുക്കിവിടെ നമ്മുടെ ക്യാമറ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഹിൽ സ്റ്റാർട്ട് തന്നെയാണ് കിട്ടുന്നത്. ഞാൻ ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്ത് 1, 2, 3 സെക്കൻഡ് ആയപ്പോഴത്തേക്കും തിരിച്ച് ബാക്കിലോട്ട് പോരുകയാണ്. ഇതെല്ലാം ഞാൻ കയറുകയാണ്. അത്യാവശ്യം ചെറിയ വഴിയൊക്കെ വലിയ കംഫർട്ടബിൾ ആയിട്ട് തന്നെ നമുക്ക് കയറി പോരാൻ സാധിക്കും.
ഈ ഒരു വഴി വരുന്നതിൻ്റെ പ്രധാന കാര്യങ്ങളിലൊന്നാണ് ചെറിയ വഴിയിൽ കൂടെ നമുക്ക് ഈ ഒരു വാഹനമൊക്കെ അത്യാവശ്യം നല്ല കംഫർട്ടബിളായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നും മോശപ്പെട്ട വഴിയും കൂടെ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഗട്ടേഴ്സ് ചാടുമ്പോൾ എങ്ങനെയുണ്ടെന്നുള്ളതും അറിയാം. ഏതായാലും നമുക്ക് നല്ല ഗട്ടർ റോഡ്സിലും കൂടെ ഒന്ന് ഇറങ്ങി നോക്കാം. അപ്പോൾ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും എങ്ങനെയുണ്ട് 220 ഗ്രൗണ്ട് ക്ലിയറൻസ് എങ്ങനെയുണ്ടെന്നുള്ളത് കൺഫേം ആക്കാം. ലെയിൻ വാച്ച് ക്യാമറയിൽ കൂടെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് കണ്ടോ ഇപ്പോൾ ഒരു ബൈക്ക് കയറി വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഇത് പെട്ടെന്ന് ശ്രദ്ധിക്കാനൊക്കെ നമുക്ക് ഭയങ്കര ഉപകാരമാണ് ഈ ലെയിൻ വാച്ച് ക്യാമറ നമുക്ക് തരുന്ന ഒരു കാര്യം. ആ ഗ്ലാസ്സിൽ കൂടെ നോക്കിയാലും കാണാം, എന്നാലും അത്രയും കൂടെ നോക്കേണ്ട കാര്യമില്ല, ഇവിടുന്ന് കൃത്യമായിട്ട് മനസ്സിലാകും. അപ്പോൾ നമുക്ക് നോർമലായിട്ട് ഒരു മൈലേജ് കിട്ടുന്ന രീതിക്ക് ഡ്രൈവ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ പ്രാക്ടിക്കലല്ല, എന്നാലും പ്രാക്ടിക്കലായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ പറഞ്ഞ രീതിക്ക് ചെയ്യാൻ സാധിക്കും. വളരെ ഗ്രാജുവലായിട്ടാണ് ഞാൻ RPM കൊടുക്കുന്നത്. അതായത് ഒരു 2000-ന് താഴെ നിൽക്കുന്ന രീതിക്കാണ് ഞാൻ RPM കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ ആക്സലറേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഡ്രൈവ് ചെയ്യുന്നത് ഏകദേശം 57 കിലോമീറ്റർ സ്പീഡിലാണ്. 1500 താഴെയാണ് RPM. 60 കിലോമീറ്റർ സ്പീഡിൽ 1500 താഴെ എൻ്റെ ഗിയർ വരുന്ന 7th സ്പീഡിലാണ് ഞാൻ ഡ്രൈവ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും, വെറും 1500 താഴെ, അതായത് എനിക്ക് തോന്നുന്നൊരു 1400 അല്ലെ 1300 RPM-ത്തിലാണ് 65 കിലോമീറ്റർ സ്പീഡ് ഞാനിപ്പോൾ അച്ചീവ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഡ്രൈവ് ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല രീതിക്കുള്ള ഫ്യൂവൽ എഫിഷ്യൻസി കിട്ടും. എന്നാൽ അതേ സ്ഥാനത്ത് പലരും ചെയ്യുന്നൊരു തെറ്റെന്താണെന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് റോഡിൽ കൊടുക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ RPM ചുമ്മാ കയറി കഴിഞ്ഞാൽ സ്പീഡ് കിട്ടും, പക്ഷേ അതുപോലെ മൈലേജും നമുക്ക് ഡ്രോപ്പ് വരികയാണ് ചെയ്യുന്നത്. അപ്പം ആ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. അങ്ങനെ നമുക്ക് കുറച്ച് മോശപ്പെട്ട വഴി ഒന്ന് ഓടിച്ച് നോക്കാം. യെസ്, വളരെ കംഫർട്ടബിളായിട്ട് ഏത് കുഴിക്കകത്തോട്ടും വേണമെങ്കിൽ എടുത്ത് ചാടിക്കാം എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് പറയാം. കാരണം ആ ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഞാൻ ഈ പറഞ്ഞ പോലെ ഏത് മോശപ്പെട്ട വഴി വേണമെങ്കിലും നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇറക്കിക്കൊണ്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ്. ഏതായാലും സസ്പെൻഷൻ സൈഡ് പറയാനാണെങ്കിലും ഒരു ഭയങ്കര സോഫ്റ്റും അല്ല ഭയങ്കര ഹാർഡും അല്ല, ഒരു നോർമലി നിൽക്കുന്നൊരു സസ്പെൻഷൻ തന്നെയാണ്. ചെറിയൊരു ബോഡി റോൾ എവിടെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് പിന്നെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, കാരണം കാറിൻ്റെ ഹൈറ്റ് അതുപോലെ കൂടുതലാണ്. 220 mm എന്ന് പറയുമ്പോഴത്തേക്ക് അത്രയും ഗ്രൗണ്ട് ക്ലിയറൻസ് കിട്ടുന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു ബോഡി റോൾ അവിടെ എവിടെയൊക്കെ ആയിട്ട് എനിക്ക് ചെറിയ രീതിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് മാത്രം ഒരു നെഗറ്റീവ് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എടുത്ത് പറയാൻ സാധിക്കുമെന്നേ ഞാൻ പറയത്തുള്ളൂ. അല്ലാത്ത പക്ഷം ഏത് കുടിയിലും നല്ല കംഫർട്ടബിളായിട്ട് കയറി ഇറങ്ങി പോകാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഈ ഒരു വാഹനത്തിൽ തോന്നിയൊരു കാര്യം 220 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇനി ഇതിൻ്റെ പ്രൈസ് റേഞ്ചും കൂടെ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഏതായാലും ഞാൻ പറഞ്ഞ പോലെ ഈ വാഹനത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ വിഷൻ ഹോണ്ടയുടെ കോൺടാക്ട് നമ്പറും കൂടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് കോൺടാക്ട് ചെയ്ത് നോക്കുക, ഡീറ്റെയിൽസ് എല്ലാം അവർ പറഞ്ഞു തരുന്നതായിരിക്കും. ഇത് രാത്രിയൊക്കെ ഇതിലേ വരുന്നതിൻ്റെ പാടൊന്ന് ആലോചിച്ച് നോക്കി. ഒന്ന് അപ്പുറത്തോട്ടൊന്ന് തിട്ടുന്നതായിട്ട് പോയാൽ പിന്നെ